നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല മണ്ഡലത്തിൽ റീസർവേ മൂലം നാട്ടുകാർ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ VT ബൽറാം MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പരാതിക്കാർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായാണ് നടപടി. തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ റീസർവേ നടക്കുന്നതുമൂലം വില്ലേജ് ഓഫീസുകൾ മുഖാന്തരം നടക്കേണ്ടതായ സേവന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായ പരാതിയിൽ റവന്യൂ മന്ത്രി ഇടപെടുമെന്ന് VT ബൽറാം MLA അറിയിച്ചു. റീസർവേയുടെ പേരിൽ കരമൊടുക്കുന്നതിനും വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനും മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന കാലതാമസം നേരിടുകയാണെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി MLA ഓഫീസിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സർവേ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തു. വിവിധ സേവനങ്ങൾക്ക് നൽകുന്ന ഫീസ് ഏകീകരിച്ച് കുറച്ച് ക്ലിപ്തപ്പെടുത്തുന്നതിനും കൂടുതൽ സർവേയർമാരെ വിന്യസിച്ചുകൊണ്ട് നടപടി പൂർത്തീകരിക്കുന്നതിനും 1 മാസത്തിനകം തന്നെ ഏതാണ്ട് സർവേ പൂർത്തീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. റീസർവേ നടപടികൾ ഓരോ വില്ലേജുകളിലായി പൂർത്തീകരിക്കുന്നതിനു പകരം നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളിലും ഒരേ സമയം ഈ പ്രക്രിയ നടത്താൻ മുൻ സർക്കാർ തീരുമാനിച്ചതാണ് ഇപ്പോഴുണ്ടായ പ്രയാസത്തിന് കാരണമെന്ന് അഭിപ്രായമുയർന്നു. പ്രാരംഭഘട്ടത്തിലുള്ള ചാലിശ്ശേരിയിലും പരുതൂരിലും താൽക്കാലികമായി റീസർവേ നിർത്തിവെക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VT ബൽറാം MLA വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നേരിടുന്ന ഈ ബുദ്ധിമുട്ടിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉടൻ തന്നെ മന്ത്രി ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരായുകയും ചെയ്തു. തഹസീൽദാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 8 വില്ലേജിലെയും വില്ലേജ് ഓഫീസർമാരും ഭൂരേഖ സർവേ മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. തൃത്താല നിയോജക മണ്ഡലത്തിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലും താലൂക്കുകളിലും പൈലറ്റ് അടിസ്ഥാനത്തിൽ 1-2 വില്ലേജുകളിൽ മാത്രമാണ് ഈ ഡിജിറ്റൽ സർവേ നടന്നത് എങ്കിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളിലും ഒറ്റയടിക്ക് ഇത് നടപ്പാക്കിയത് കാരണം വ്യാപകമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ പ്രദേശത്ത് പ്രത്യേകമായി നിലനിൽക്കുകയാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ ഈ മീറ്റിംഗിന്റെ ഇടയിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറുമായിട്ട് വിശദമായി സംസാരിച്ചു. അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ സർവേയർമാരെ ഈ പറയുന്ന മറ്റ് വില്ലേജുകളിലേക്ക് നിയോഗിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ പെൻഡിംഗുള്ള അപേക്ഷകൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ സർക്കാരിന് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം. ഇത്തരൊരു വലിയ പ്രശ്നം ഇവിടെ തൃത്താലയിൽ ഉണ്ടായത് എല്ലാം ഒറ്റയടിക്ക് നടപ്പാക്കിയതുകൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ പരിഹാരത്തിലേക്കാണ് നമ്മൾ പരമാവധി ഊർജിതമായി കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പി ടൗണിലെ സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിച്ചു. ഏറെ നാളായി തകരാറിലായ സിഗ്നൽ ലൈറ്റാണ് പുനഃസ്ഥാപിച്ചത്. സിഗ്നൽ ലൈറ്റിന്റെ തകർച്ച ടൗണിൽ ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയിരുന്നു. മേലെ പട്ടാമ്പിയിലെ പാലക്കാട് റോഡിലെ സിഗ്നൽ സംവിധാനമാണ് തകരാറിലായിരുന്നത്. ഇതുമൂലം പട്ടാമ്പി ടൗണിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് പതിവായിരുന്നു. പാലക്കാട് റോഡിലെ താഴെയുള്ള 3 സിഗ്നൽ ലൈറ്റുകൾ കത്താത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മേൽഭാഗത്തുള്ള ഒരു സിഗ്നൽ ലൈറ്റ് മാത്രമാണ് വാഹനം പോകുവാനും നിർത്തുവാനുമായി കത്തുന്നത്. ഇതാണെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കാണുന്നുമില്ല. പച്ച സിഗ്നൽ തകരാറായതാണ് കൂടുതൽ കുരുക്കിന് ഇടയാക്കിയത്. കമാനം ഭാഗത്തും വരുന്ന വാഹനങ്ങൾ മേലെപ്പട്ടാമ്പിയിൽ ചുവപ്പ് സിഗ്നൽ ലൈറ്റ് കണ്ട് നിർത്തിയിടും. പിന്നീട് പച്ച സിഗ്നൽ കത്തിയാലും യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ വന്നതോടെയാണ് വാഹനങ്ങൾ മുന്നോട്ടു പോകാതെ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നത്. ഇതിന് പരിഹാരമായുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടന്നത്. സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ആരംഭിച്ചിരുന്നു. ലൈറ്റുകൾ പുനഃസ്ഥാപിച്ചാണ് ഇപ്പോൾ ഗതാഗതം വീണ്ടും സുഗമമാക്കിയിരിക്കുന്നത്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും KSEB ജീവനക്കാരനുമായ സുന്ദരൻ മുണ്ട്രക്കോടിന്റെ നോവൽ പേമുഖം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. സാമൂഹിക പ്രവർത്തക V. ജ്യോതി പുസ്തകം ഏറ്റുവാങ്ങി. സുന്ദരൻ മുണ്ട്രക്കോടിന്റെ നോവലിൽ ഗ്രാമീണ ജീവിതങ്ങളുടെ നന്മയും സൗന്ദര്യവും ദർശിക്കാനാകുമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ 1000 കാരാഗൃഹങ്ങൾ അടച്ചുപൂട്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ 1000 കാരാഗൃഹങ്ങൾ അടച്ചുപൂട്ടപ്പെടും. ഇപ്പോൾ 25 വർഷമായിട്ട് അവർ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുദീപ് ഇവിടെ ഉണ്ട്. ഇത്രയും ആഘോഷമായിട്ട് ഉത്സവം പോലെ ഈ വിളക്ക് കണ്ടില്ലേ, ഇത് തന്നെ ഒരു കീഴാള കലകളുടെ അനുഷ്ഠാന സ്വഭാവമാണ്. അമ്പലത്തും ഒതയിലും മുണ്ട്രങ്കോട്ടും ഇവിടെയുള്ള എത്രയോ കലാകാരന്മാരാണ് ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ദുഷിപ്പുകളെ കല കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നത്.
പ്രശസ്ത വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഡോക്ടർ സ്മിതാദാസ് പുസ്തകം പരിചയപ്പെടുത്തി. കുമ്പിടി പുറമതിൽശ്ശേരി CN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ K. ഹംസ, ഡോക്ടർ KV ഷെഹിൻ, ആനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് പുളിക്കൽ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ്, ആനക്കര കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സേതുമാഷ്, സാവിത്രി ടീച്ചർ, സുദീപ് തെക്കേപ്പാട്ട്, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KA സോന തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രസിദ്ധമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായതും പ്രധാന പ്രതിഷ്ഠയായ പരമശിവൻ തൃത്താലപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ തൃത്താല മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിന് പുനരുജ്ജീവനം നൽകുമെന്ന് തൃത്താല MLA VT ബൽറാം പറഞ്ഞു. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന കൂട്ടായ്മ തൃത്താലപ്പന്റെ കടവിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിവേദനം MLAക്ക് നൽകിയതിനെ തുടർന്ന് പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃത്താലയുടെ ഐതിഹ്യ പെരുമയ്ക്ക് പുകൾപെറ്റ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മേഴത്തൂർ അഗ്നിഹോത്രിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന നീളാനദിയുടെ തീരത്തുള്ള ഈ ആറാട്ടുകടവും മഹാദേവ ക്ഷേത്രവും ആരാധനാലയം മാത്രമല്ല, തൃത്താലയുടെ സംസ്കാരത്തിന്റെ കൂടി പ്രതീകമാണെന്ന് നാശോന്മുഖമായി കിടക്കുന്ന കടവ് സന്ദർശിച്ച VT ബൽറാം പറഞ്ഞു. DCC സെക്രട്ടറി PM മധു, മണ്ഡലം പ്രസിഡന്റ് M മണികണ്ഠൻ, അമ്പലക്കടവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് PV കാർത്തികേയൻ, സെക്രട്ടറി TG പരമേശ്വരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി TP മണികണ്ഠൻ, കടവ് സംരക്ഷണ സമിതി അംഗങ്ങളായ പ്രസാദ് നായർ, ഹരിപ്രസാദ്, സുധീർ, രവി എന്നിവർ നിവേദന സമർപ്പണത്തിലും കടവ് സന്ദർശനത്തിലും സന്നിഹിതരായിരുന്നു. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വരവൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. വരവൂർ കുമരപ്പനാലിൽ കുന്നത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. മൈസൂർ ആദി ചുഞ്ചനഗിരി മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആര്യ. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേജിൽ നിന്ന് പിതാവിനോടൊപ്പം കാറിൽ നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ എതിരെ വന്നിരുന്ന മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. പിതാവ് സുരേന്ദ്രനും പരിക്കുണ്ടെങ്കിലും സാരമുള്ളതല്ല. കോളേജിലെ ഭക്ഷണവും താമസവും ശരിയായ രീതിയിലല്ലാത്തതിനെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച് പിതാവിനോടൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു ആര്യ. സംസ്കാരം പിന്നീട് നടക്കും. സിനി മാതാവും ആകാശ് സഹോദരനുമാണ്. CCTV ഡയറക്ടർ ബാബു പോളിന്റെ സഹോദരിയും കുനമുച്ചി തരകൻ പോൾ മാസ്റ്ററുടെ മകളുമായ മിനി പോൾ നിര്യാതയായി 53 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ലിസി മാത്യു, വത്സ സൈമൺ, ലത പ്രകാശ്, ഷീല റൂബിൻ, ലീന ഷിബു എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. 200ഓളം വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകിയത്. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ രക്ഷിതാക്കൾക്കെല്ലാം വളരെ ആദ്യമുള്ള സമയങ്ങളാണ്. 1-2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. കുട്ടികൾക്ക് ടെക്സ്റ്റ് പുസ്തകങ്ങൾ, യൂണിഫോമുകളൊക്കെ തന്നെ സർക്കാർ കൊടുക്കും. എന്നാൽ കുട്ടികൾക്ക് പുസ്തകങ്ങളും ബാഗും അതിന് അനുസരിച്ചുള്ള ബാഗിലേക്ക് വേണ്ട സാമഗ്രികളൊക്കെ വാങ്ങണമെങ്കിൽ നല്ല ചെലവ് വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അവരുടെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ആ കാലഘട്ടമല്ല ഇന്ന് നമുക്കറിയാം. 2 പുസ്തകം മാത്രമായി സ്കൂളിലേക്ക് പോയിരുന്ന രക്ഷിതാക്കളാവുമ്പോഴേക്കുന്ന ആളുകൾ സർക്കാരുകളുടെ സൗജന്യ നോട്ട് പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് മുന്നേ പഠിച്ച ആളുകളുടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചിരുന്ന ആളുകളാണ് ഭൂരിപക്ഷമാകുന്നത്. ഒരു വർഷത്തെ പഠനം കഴിഞ്ഞ് ആ പുസ്തകം മറ്റുള്ളവർക്ക് കഴിയുമ്പോൾ അത് ചിലപ്പോൾ മുഴുവൻ പേജുകളുണ്ടാവില്ല.
ഞാനതാണ് കുറിച്ചാണ് ഉള്ള പേരുകൾ വെച്ച് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി സ്കൂള് കൂട്ടി പിറ്റത്തെ വർഷം തുറക്കുമ്പോഴേക്കും അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ ടെക്സ്റ്റ് പുസ്തകങ്ങൾ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുമാണ്. ബാങ്ക് പ്രസിഡന്റ് നാരായണ മസർ അധ്യക്ഷനായിരുന്നു. ബാങ്ക് സെക്രട്ടറി മനു എം രാമചന്ദ്രൻ, മറ്റു ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശാഖകളെയും ബാങ്ക് ജീവനക്കാരെയും ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. കപ്പൂർ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. കുമരനെല്ലൂർ അങ്ങാടി ശുചീകരിച്ചായിരുന്നു യജ്ഞം ആരംഭിച്ചത്. കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. VT ബൽറാം MLA ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നു. വളരെ മുഴുവൻ എൻ്റെ നാട്ടുകാർക്കും സഹോദരന്മാർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇവിടെ ശ്രീ രാജു പറഞ്ഞതുപോലെ MLA ആയി വീണ്ടും നിങ്ങൾ തെരഞ്ഞെടുത്തതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തതിന് ശേഷം പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു പഞ്ചായത്ത് തല ഔദ്യോഗിക പരിപാടി അതിനാണ്. അത് കപ്പൂർ പഞ്ചായത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലുള്ള ഭാവുകങ്ങളും ആശംസകളും പിന്തുണയും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹത്തെ പ്രസിഡന്റ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ ഉത്തരവാദിത്തം ഇന്നിവിടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങളുടെ മുൻകൈയിൽ നമ്മൾ ആരംഭിക്കുകയും വരും ദിവസങ്ങളിൽ അത് മറ്റ് എല്ലാ ഇടങ്ങളിലേക്കും നമുക്ക് വ്യാപിപ്പിക്കണം. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ പരിപാടി അതിലേക്ക് നടക്കുന്നില്ല എങ്കിൽ, പ്രവർത്തനം അതിലേക്ക് നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവിടെ മാത്രമാവില്ല ഒതുങ്ങി നിൽക്കുക. കുമരനെല്ലൂർ സെന്ററിൽ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയായിരുന്നു ഉദ്ഘാടനം നടന്നത്. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന അക്ബർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിലാഷ്, വൈസ് പ്രസിഡന്റ് P രാജീവ്, അലി കുമരനെല്ലൂർ, K നൂറുൽ അമീൻ, VP ഫാത്തിമ, ഷെരീഫ് ആനിക്കര, ശ്രീജിത്ത്, CM അലി, P മൊയ്തുണ്ണി, KK അബ്ദുൽ ഖാദർ ഹാജി, K ഷിഹാബ്, T നസീമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പന്തംകുളത്തിയായിരുന്നു പ്രകടനം നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. 114 രൂപ പെട്രോള്, 104 രൂപ ഡീസൽ. കഴിഞ്ഞ ഒരാഴ്ചക്കകം മാത്രം 8 രൂപയുടെ ഒരു വർധനവാണ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും BJP നേതാക്കളോട്, കേന്ദ്ര നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് ഇന്ധനക്ഷാമം നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. ആയതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനകമായ മറുപടിയാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നീണ്ട അരനൂറ്റാണ്ടിലേറെ കാലം ഈ രാജ്യം ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായാലും ശരി, അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ട ആണെങ്കിലും ശരി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളായാലും ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി, ഒരു ബഫർ സ്റ്റോക്ക് നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നു. അതായത് രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്ത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 or 2 വർഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഒരു ബഫർ സ്റ്റോക്ക് വെച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ. മറ്റു കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.
ന്യൂസ്.